സാർ എന്നെ എപ്പോൾ ഐലൈനിൽ കണ്ടാലും എടാ നീ ഈ വർഷമെങ്കിലും രക്ഷപ്പെടുമോ എന്ന് ചോദിക്കും. വേറെ ആരെന്നോടത് ചോദിച്ചാലും എനിക്ക് ദേഷ്യം വരും. പക്ഷെ TJ സാർ ആയതുകൊണ്ടും ആ ഒരു വാത്സല്യം ഉണ്ടായതുകൊണ്ടും എനിക്ക് സന്തോഷമേ വന്നിട്ടുള്ളൂ. എന്ന് വെച്ച് മേലാൽ ആരോടും ആ ചോദ്യം ചോദിക്കരുതെന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാണ്. സാർ എനിക്ക് അന്ന് തന്ന അഡ്വൈസ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. റീനു, whenever you're in a disagreement or whenever you're facing an argument, the moment you start shouting or screaming, you lose your moral high ground. അപ്പോൾ ആൾക്കാർ എത്ര പ്രൊവോക്ക് ചെയ്താലും വളരെ കാമായിട്ട് present your arguments and articulate your thoughts. That shows maturity, that shows personality, that shows character. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഐലേണിൻ്റെ 3ാമത്തെ ഫെലിസിറ്റേഷൻ ഫംഗ്ഷനാണ് ഇന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ 2 തവണയും ഐലേണിൻ്റെ ടീം മെമ്പറായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അന്ന് എനിക്ക് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, നല്ല ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവുക. പക്ഷേ ഇന്ന് ഞാനൊരു ടോപ്പറായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഫീലിംഗ് ഈസ് ആബ്സല്യൂട്ട്ലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇന്നിവിടെ ഇരുന്നപ്പം ഐലേണിലെ ഒരുപാട് മെമ്മറീസ് എൻ്റെ മനസ്സിലോട്ട് വരികയാണ്. ആദ്യം ഷിനാസ് സാറിനെ കുറിച്ച് ഞാൻ 2022 പ്രിലിംസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആൻസർ കീ ഒക്കെ നോക്കി. ഇപ്പോൾ CSAT ഏകദേശം കയ്യാലപ്പുറത്താണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം പഠിക്കാൻ പറ്റുന്നില്ല. നമ്മൾ റിസൾട്ട് വരാൻ 10 ദിവസം ഉണ്ടെങ്കിലും നമ്മൾ മെയിൻസിന് വേണ്ടി അന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. പക്ഷേ എനിക്ക് ആൽബിനോ ഒന്ന് പഠിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളന്ന് പോയി ഷിനാസ് സാറിനെ കണ്ടു. സാർ ഞങ്ങളോടൊരു 45 മിനിറ്റ്സ് സംസാരിച്ചു. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ സാറിന് അറിയാം. ഞാൻ കണ്ടിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ചിയർ ലീഡർ ഷിനാസ് സാർ തന്നെ ആയിരിക്കും. പിന്നെ രണ്ടാമതായിട്ട് TJ സാർ പോയോ? TJ സാറ് സാർ എന്നെ എപ്പോൾ ഐലൈനിൽ കണ്ടാലും എടാ നീ ഈ വർഷമെങ്കിലും രക്ഷപ്പെടുമോ എന്ന് ചോദിക്കും. വേറെ ആരെന്നോടത് ചോദിച്ചാലും എനിക്ക് ദേഷ്യം വരും. പക്ഷെ TJ സാർ ആയതുകൊണ്ടും ആ ഒരു വാത്സല്യം ഉണ്ടായതുകൊണ്ടും എനിക്ക് സന്തോഷമേ വന്നിട്ടുള്ളൂ. എന്ന് വെച്ച് മേലാൽ ആരോടും ആ ചോദ്യം ചോദിക്കരുതെന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാണ്. പിന്നെ ആസ് CEO ഓഫ് ഐലേൺ സാറിൽ നിന്ന് പഠിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നത് TJ സാറിൽ നിന്ന് പഠിക്കണം. എല്ലാവരെയും എടാന്നേ അഡ്രസ്സ് ചെയ്യാറുള്ളൂ. എടാ എന്താടാ നിൻ്റെ പ്രശ്നം? അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ മെയിൻസിന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ടെസ്റ്റ് സീരീസ് എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഒരു ടെസ്റ്റ് സീരീസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഡൽഹിയിലെ ടെസ്റ്റ് സീരീസിനൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ TJ സാർ വളരെ ജനറസ്ലി ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തന്നു. ആ പൈസ ഞാൻ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല, തരുന്നതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ഇജാസ് സാറിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങി, ഫാക്കൽറ്റി ആയിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ക്ലാസ്സിലൊരു കുട്ടി എന്നെ ഡെലിബറേറ്റ്ലി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നു, വളരെ റൂഡായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഇജാസ് സാറിനോട് ഇത് വന്ന് പറഞ്ഞു. അപ്പോൾ സാർ എനിക്ക് അന്ന് തന്ന അഡ്വൈസ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. റീനു, whenever you're in a disagreement or whenever you're facing an argument, the moment you start shouting or screaming, you lose your moral high ground. അപ്പോൾ ആൾക്കാർ എത്ര പ്രൊവോക്ക് ചെയ്താലും വളരെ കാമായിട്ട് present your arguments and articulate your thoughts. That shows maturity, that shows personality, that shows character. അപ്പം ഇനി സർവീസിൽ കയറുമ്പോഴും എത്ര പ്രൊവോക്കിംഗ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നാലും മെച്ചുവറായിട്ട് കാമായിട്ട് ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത് അന്ന് ഇജാസ് സാർ പറഞ്ഞത് എന്നും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. താങ്ക് യു സർ. പിന്നെ അടുത്തതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ജിഷ്ണു സാർ. ജിഷ്ണു സാറിനെ ഞാൻ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് ഞാൻ സോഷ്യോളജി പ്രിപ്പറേഷന് പോകുന്നത്. അപ്പം സോഷ്യോളജിയുടെ ഫസ്റ്റ് ആൻസർ എഴുതുമ്പം എന്തായാലും മോശമായിരിക്കും. പക്ഷെ ജിഷ്ണു സാർ വന്ന് എടാ നീ പൊളിയാടാ, നീ കിട്ടില്ല ആൻസറാടാ എഴുതുന്നത്, ഫുൾ പോസിറ്റിവിറ്റി. ഇപ്പം നമ്മൾ ഐലേണിൻ്റെ ഓഫീസിലിരുന്നാലും വെറുതെ ഇരിക്കുകയാണെങ്കിലും കുറേ മോട്ടിവേഷൻ വാരി എറിഞ്ഞിട്ടങ്ങ് പോകും. അങ്ങനൊരു മനുഷ്യനാണ് ജിഷ്ണു സാറ്. യു ആർ ജെം ഓഫ് എ പേഴ്സൺ. സാറ് പറയുന്ന ആ വാക്കുകൾ ചില സമയം ആർക്കെങ്കിലും ഒരു സമാധാനമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ്. പിന്നെ നമ്മുടെ ഡയസ് സാറ് എവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ ഫാക്കൽറ്റി ആയിട്ട് കയറിയപ്പം ഏറ്റവും വലിയ തലവേദന ഞാനായിരുന്നെന്ന് തോന്നുന്നു ഡയസ് സാറിന്. സാറ് പറയുന്ന ഒരു സ്കെഡ്യൂളുകളും ഞാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആ മെയിൻസിൻ്റെ ആ ഒരു 3 മാസവും ഇൻ്റർവ്യൂവിൻ്റെ 3 മാസവും എനിക്ക് വേണ്ടി വളരെ ഫ്ലെക്സിബിളായിട്ട് വർക്ക് ഹവേഴ്സ് സാർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വർക്ക് കാരണം എൻ്റെ പഠനത്തിന് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അതിന് സാറിനോടൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. ആൻഡ് ദെൻ നിഖിൽ സാർ, എക്കണോമിക്സ് ഫാക്കൽറ്റി പോസ്റ്റ് എൻ്റെ കയ്യിലോട്ട് എടുത്ത് തന്നത് നിഖിൽ സാറാണ്. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് ഈ സ്റ്റുഡൻസിനെ കയ്യിലെടുക്കാനൊന്നും അറിയത്തില്ല,
അപ്പോൾ സാർ പറഞ്ഞു, നിൻ്റെ പകുതിയുടെ പകുതി എനിക്കറിയത്തില്ല, ഞാൻ പിള്ളേരെ ചിരിച്ചു പോലും കാണിക്കാറില്ല, ബട്ട് സ്റ്റിൽ ഞാൻ സർവൈവ് ചെയ്യുന്നുണ്ട്. ഓൺലി ദ ക്വാളിറ്റി ഓഫ് ദ കോണ്ടന്റ് ദാറ്റ് യു ആർ ഡെലിവറിങ് മാറ്റേഴ്സ് എന്ന് സാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് സ്റ്റിൽ ഇൻ മൈ മൈൻഡ്. ആൻഡ് പിന്നെ നമ്മുടെ റെപ്രോയിൽ അവരൊക്കെ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ റെപ്രോ സമീർ, സമീർ, ആദർശ്, സുനീഷ്, അഖില, ഇവർ കഴിഞ്ഞ 2 വർഷമായിട്ട് ഐലേണിലെ മെമ്പർ ആയിരുന്നുകൊണ്ടുള്ള എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു PDF-ഉം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പുറത്ത് പോയി പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ PDFs-ഉം ഫ്രീ ആയിട്ട് എനിക്ക് ഐലേണിൽ നിന്ന് എടുക്കാമായിരുന്നു. ആൻഡ് എപ്പോൾ വന്നാലും ഞാൻ ഇവരെ വിളിച്ച് പറയും, അവർ ഇമ്മീഡിയറ്റ്ലി എനിക്ക് PDFs എടുത്ത് തരുമായിരുന്നു. ആൻഡ് ഫോർ എവറിത്തിങ്, ഫോർ ഓൾ ക്ലാസ് റിലേറ്റഡ് സപ്പോർട്ട്, മൈക്ക് കേടായാലോ സിസ്റ്റം കേടായാലോ എല്ലാം ഓടി വരുമായിരുന്നു. എനിക്കൊന്ന് സമീറൊക്കെ 6:30 എനിക്ക് വേണ്ടി എണ്ണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ 6:30 റീഡിംഗ് റൂം തുറക്കുന്നുണ്ട്, സമീർ സുനീഷാന്ന് തോന്നുന്നു, ഉറക്കത്തിലൊക്കെ എണ്ണീറ്റ് വന്നിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്, ബട്ട് ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് ടീം, മാർട്ടിനെ ഇവിടെ നീ പൊളിയാടാ, നിനക്കറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഐലാൻഡ് ഒരു 2ാം വരവിൽ ഏറ്റവും കൂടുതൽ പിന്നെ നിന്നത് മാർക്കറ്റിംഗ് ടീമാണ്. മാർട്ടിൻ, അജസ്, എനിക്ക് തോന്നുന്നു കിരണും അനിലേട്ടനും ആണെന്ന് തോന്നുന്നു അവിടെ ഏറ്റവും ഫ്യൂസ് പോയിട്ടിരിക്കുന്ന ആൾക്കാർ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എഡിറ്റിങ്ങാണ്. അനിലേട്ടൻ രാവിലെ 10 മണിക്ക് സ്ക്രീൻ തുറന്നു വെച്ച് അനങ്ങത്ത് പോലും ഇല്ല, പുറയുന്ന ഒരാൾ തോണ്ടിയാൽ പോലും പുള്ളി അറിയാറില്ല. ആ ലെവലിൽ കിരണും അനിലേട്ടനും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ധന്യ ചേച്ചിയും അശ്വതി ചേച്ചിയും ഐലേണി വരുമ്പോഴേ നമസ്കാരം, ഐലേണിലേക്ക് സ്വാഗതം, ഇൻക്വയറി ഉണ്ടോ, ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ ദ ടീം. പിന്നെ നമ്മുടെ മിനി ചേച്ചി വന്നിട്ടുണ്ടോ? മിനി ചേച്ചി എല്ലാ പരീക്ഷയ്ക്കും പോകുന്നതിന് മുന്നേ ഞാൻ ഗണപതി അമ്പലത്തിൽ നേർച്ച ഇട്ടിട്ടുണ്ട്. എനിക്കും രാരയ്ക്കും വേണ്ടിയാണ് മിനി ചേച്ചി സ്ഥിരം നേർച്ച ഇട്ടുകൊണ്ടിരുന്നത്. അതൊക്കെ ഫലം കണ്ടു. ഞങ്ങൾ 2 പേരും ഉണ്ട് ഇവിടെ ഉണ്ട്. താങ്ക് യു മിനി ചേച്ചി. പിന്നെ അനിത ചേച്ചി, ജയശ്രീ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഞങ്ങളുടെ കുത്തഴിഞ്ഞ ഫ്ലാറ്റൊക്കെ വൃത്തിയാക്കി തരുന്നത് നിങ്ങൾ, അനിത ചേച്ചിയാണ്. താങ്ക് യു ആൻഡ് വി ലവ് യു സോ മച്ച്. ആൻഡ് ഫൈനലി എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ടീമാണ് അക്ഷർ, അക്ഷയ്, ആർഷ ആൻഡ് ഞാൻ. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടെ ആർക്കും എന്ത് വേണമെങ്കിലും പറയായിരുന്നു. ദർ വാസ് നോ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് അറ്റ് ഓൾ. അപ്പം ഞാൻ ആ 2 മണിക്കൂർ എൻജോയ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇപ്പം മിസ്സും ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എൻ്റെ സ്റ്റഡി പാർട്ട്ണർ ആൽബിൻ, ഞങ്ങൾ കോളേജ് തൊട്ടേ ഫ്രണ്ട്സാണ്. ആൻഡ് കഴിഞ്ഞ 4 ഇയേഴ്സായിട്ട് വി വർ ദേർ ഫോർ ഈച്ച് അതർ ഇൻ അവർ അപ്സ് ആൻഡ് ഡൗൺസ്. ആൻഡ് ഐ കനോട്ട് ഈവൻ ഇമാജിൻ സർവൈവിങ് ദിസ് ജേർണി വിത്തൗട്ട് ഹിം. ആൻഡ് കാന ടീമിലെ ഒരു മെമ്പറാണ് ഈ അക്ഷറും ആൽബിനും, പാർവതി, അരുണ, ശ്രീജിത്ത്, ഇവരെല്ലാം ഞങ്ങളെല്ലാം വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ മൊമെൻറ്റിൽ അവരെ എല്ലാവരെയാണ് ഓർക്കുന്നത്. ആൻഡ് ഫൈനലി എൻ്റെ പാരൻസ്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ വളരെ ഒരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഞാനും അമ്മയും ദൈവമായിട്ടുള്ളൊരു ട്രിയോ ആയിരുന്നു ഈ 4 വർഷം ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അനിയത്തി റിയക്കുട്ടിയുണ്ട്, റിച്ചുവിന് വരാൻ പറ്റിയില്ല. എൻ്റെ ഒരു ഒൺലി സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ സിബ്ലിങ്സും റൂംമേറ്റ്സും അലീന, മേഘ, ഇവരൊക്കെ ആയിരുന്നു. പഠനത്തിൽ നിന്ന് ഒരു വിശ്രമത്തിന് വേണ്ടി അവരായിരുന്നു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. സോ ഗ്രേറ്റ്ഫുൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. താങ്ക് യു സോ മച്ച് ഐലോൺ.